ഞങ്ങളുടെ ജീവന് ഒരു വിലയുമില്ലേ. ഓരോ ജീവനായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ആരുടെയും ജീവൻ നഷ്ടപ്പെടും. കോതമംഗലം ഉരുളൻതണ്ണിയിൽ കോടിയാട്ട് എൽദോസ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലത്ത് പ്രതിഷേധവുമായി തടിച്ചുകൂടിയ നാട്ടുകാരിലൊരാൾ വൈകാരികമായി ചോദിച്ചത് ഇങ്ങനെയാണ്. അധികാര കേന്ദ്രങ്ങളിൽ പലയാവർത്തി ചോദിച്ച ചോദ്യമാണ് അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി, പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട്, പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ആനയെ കൂടാതെ പന്നിയും കുരങ്ങുമെല്ലാം കാർഷിക വിളകൾ പാടെ നശിപ്പിക്കും. ഈ പഞ്ചായത്തുകളിലെ റോഡുകളിലെല്ലാം കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്നു. രാത്രി വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ജീവനോപാധികൾ അടഞ്ഞ മലയോര ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് പഞ്ചായത്ത് അംഗം PC ജോഷി പറയുന്നു. ഇക്കാര്യം പലതവണയായി വനം വകുപ്പിനെ അറിയിച്ചതാണ്. എല്ലാ വാർഡുകളിലും ജനങ്ങൾ ഭയന്നാണ് ജീവിക്കുന്നത്. ഇതിനു മുൻപും ആളുകൾ വന്യമൃഗ ആക്രമണങ്ങളിൽ മരിച്ചിരുന്നു. പഞ്ചായത്തിന് പരിമിതികളുണ്ട്. കിടങ്ങെങ്കിലും ഉണ്ടാക്കിത്തരണം. ക്ലാച്ചേരി പട്ടയമുള്ള സ്ഥലമാണ്. ഇവിടെ പോലും ജനങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഓർക്കണമെന്ന് ജോഷി പറയുന്നു. എൽദോസിനെ കാട്ടാന ആക്രമിച്ചത് സ്ഥിരമായ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ വെച്ചാണ്. പഞ്ചായത്ത് റോഡാണിത്. ഇവിടെ വഴിവിളക്കുകളില്ല. 60ഓളം കുടുംബങ്ങളാണ് പ്രദേശത്തുള്ളത്. വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ പ്രകോപിച്ചത്. ഒരു മനുഷ്യ ശരീരത്തോട് ചെയ്യാനാകുന്നതെല്ലാം ആന എൽദോസിനോട് ചെയ്തു കഴിഞ്ഞുവെന്ന് നെഞ്ചുപൊട്ടി പറയുന്ന നാട്ടുകാർ മൃതദേഹം സംഭവ സ്ഥലത്തുനിന്ന് എടുക്കാൻ പോലും അനുവദിക്കാതെ പ്രതിഷേധിക്കുന്നതും അതുകൊണ്ടാണ്. അതേസമയം സംഭവത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് തേടി. മുതിർന്ന ഉദ്യോഗസ്ഥരോട് സ്ഥലത്തെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിഷയം ഗൗരവത്തിലെടുക്കുന്നുവെന്ന് പറഞ്ഞ മന്ത്രി നാട്ടുകാരുടെ പ്രതിഷേധം ന്യായമാണെന്നും കൂട്ടിച്ചേർത്തു. ഫെൻസിംഗ് ഉൾപ്പെടെ എന്തുകൊണ്ട് വൈകിയെന്നും അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലാ കലക്ടർ നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ എൽദോസിന്റെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രതിഷേധം നീണ്ടുനിന്നത് 6 മണിക്കൂറാണ്. കലക്ടർ നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് കലക്ടറുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനങ്ങളിൽ കൈക്കൊണ്ട നടപടികളുടെ അവലോകന യോഗം 27-ന് നടക്കും. മരിച്ച എൽദോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് ചെക്ക് കൈമാറി. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ 5 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കുമെന്ന് കലക്ടർ പറഞ്ഞു. അതേസമയം ഫെൻസിംഗ് ഉൾപ്പെടെ എന്തുകൊണ്ട് വൈകിയെന്ന് അന്വേഷിക്കണമെന്നും മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത നടപടിയാണ് വനം വകുപ്പിന്റേതെന്ന് ഡീൻ കുര്യാക്കോസ് MP ആരോപിച്ചു. അദ്ദേഹം മന്ത്രി അടക്കം ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തിരിച്ചറിയിക്കാമെന്ന് പറഞ്ഞു. കളക്ടറുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ എങ്ങനെയും നിയമമായി പരിഹരിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന വികാരം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം, ജനങ്ങളുടെ വേദന മനസ്സിലാക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. സർക്കാർ ഇത്രയും ഇൻസെൻസിറ്റീവായി ഇത്രയേറെ സംഭവങ്ങൾ ഈ നാട്ടിൽ മാത്രം ഉണ്ടായിട്ട് ഈ നാടിനോട് ഇത്രയേറെ അവഗണനയും ഇത്രയേറെ ക്രൂരതയും കാണിക്കുന്ന ഈ സർക്കാരിനോട് ഈ സമയത്ത് ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇതിൻ്റെ രാഷ്ട്രീയമില്ല, ഇതിൻ്റെ മറ്റ് താല്പര്യങ്ങളില്ല. ഈ നാടിൻ്റെ പ്രതിഷേധമാണ് എന്നാണ് എനിക്ക് പറയുന്നത്.